യൂട്യൂബ് ചാനലുടമ ഷാജൻ സ്കറിയയ്ക്കെതിരെയുള്ള രാജ്യദ്രോഹ കുറ്റം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കും. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മേൽനോട്ടത്തിൽ പാലാരിവട്ടം പോലീസാണ് കേസ് അന്വേഷിക്കുക. പോലീസിന്റെ ഔദ്യോഗിക വയർലെസ് സന്ദേശം ചോർത്തിയ കേസിലാണ് കോടതിയുടെ ഇടപെടൽ. ഷാജൻ സ്കറിയയ്ക്കെതിരായുള്ള കേസിന്റെ തുടരന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നാണ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേരള പോലീസിന്റെ ഔദ്യോഗിക വയർലെസ് സന്ദേശം ചോർത്തി യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തി 2023 എടുത്ത കേസിൽ ഗൂഗിളാണ് ഒന്നാം പ്രതി. ഗൂഗിൾ ഇന്ത്യയുടെ പ്രതിനിധികൾ 2 മുതൽ 7 വരെ പ്രതികളും ഷാജൻ സ്കറിയയും സഹപ്രവർത്തകരും 9 മുതൽ 11 വരെ പ്രതികളുമാണ്. സൈബർ തീവ്രവാദം ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പരാതിക്കാരനായ മുഹമ്മദ് ഫിർദൌസ് നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ഓരോ 30 ദിവസം കൂടുമ്പോഴും അന്വേഷണ പുരോഗതി കോടതിയിൽ റിപ്പോർട്ടായി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ഗൗരവമുള്ള കേസിൽ അന്വേഷണവും കുറ്റപത്രം സമർപ്പിക്കലും നീണ്ടുപോകരുത് എന്നതുകൂടി കണക്കിലെടുത്താണ് കോടതി ഇടപെട്ടത്. 2 ഞെട്ടിക്കുന്ന വയർലെസ് സന്ദേശങ്ങളെന്ന തലക്കെട്ടിൽ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഷാജൻ സ്കറിയ വീഡിയോ പ്രസിദ്ധീകരിച്ചത്. ഔദ്യോഗിക രഹസ്യ നിയമം, IT നിയമം, ടെലഗ്രാഫ് നിയമം എന്നീ നിയമങ്ങളിലെ അനുബന്ധ വകുപ്പുകളും ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൈരളി ന്യൂസ്, കൊച്ചി.